ഇതിനിടെ തന്നെ സമസ്തയിൽ ചില പ്രശ്നങ്ങൾ കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉമർ ഫൈസി മുക്തം തങ്ങൾ കുടുംബത്തിനെതിരായി നടത്തിയ പ്രസ്താവന, അതിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് സമസ്തയുടെ അകത്ത് തന്നെ ആവശ്യം ഉയർന്നിട്ടുണ്ട്. നടപടി വേണ്ട എന്നൊരു വിഭാഗം പറയുന്നത്. അങ്ങനെ വാർഷികത്തിനിടയിൽ സമസ്ത അതൊന്നും ബാധിക്കൂല. അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ തങ്ങൾ എല്ലാ തങ്ങന്മാരുടെ കുടുംബത്തിനെ ആദരിക്കണം എന്ന് പഠിപ്പിച്ചവരാണ് സമസ്തകളുടെ ജമീയത്തുൽ ഉലമ. അപ്പൊ ഒരു തങ്ങൾ കുടുംബത്തിനെയോ അല്ലെങ്കിൽ ഒരു തങ്ങളെയോ ഒക്കെ നിന്ദിക്കണ ഒരു പ്രവണതയും സമസ്തകളുടെ ജമീയത്തുൽ ഉലമയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. ഉമർ ഫൈസിന്റെ പ്രസ്താവന എന്ന് പറഞ്ഞാൽ അതിന് നമ്മള് മുപ്പരങ്ങനെ തോന്നിപ്പിക്കുന്ന വല്ലതും ഉണ്ടെങ്കിൽ താക്കീതും ചെയ്തിട്ടുണ്ടല്ലോ. അല്ല, ഞങ്ങൾക്കതുള്ളൂ, ശാസനമുള്ളൂ. ഞങ്ങളുടെ തീരുമാനിക്കേണ്ടത് എന്താന്നുള്ളത് നിങ്ങളല്ലല്ലോ. അയാൾ അങ്ങനെ കുറെ നാളുകളായിട്ടോ അല്ലെങ്കിൽ ഒരു നാളിലോ ഉണ്ടായാലും ഞങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഞങ്ങൾ പറഞ്ഞിരിക്കണല്ലോ, അത് അങ്ങോട്ട് വെക്കുക. അങ്ങനെ സമസ്തക്കകത്ത് അങ്ങനത്തെ ഒന്നുമില്ല. സമസ്തക്കകത്ത് അങ്ങനെ പറയണം. സമസ്ത നേതൃത്വമുള്ള തീരുമാനം എടുക്കേണ്ടത്. അത് തീരുമാനം എടുത്ത് കഴിഞ്ഞിക്കണല്ലോ. പിന്നെ ഒരു സംഘടനയ്ക്ക് ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ ആ നേതൃത്വം പറയുമ്പോഴല്ലേ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളിങ്ങനെ ആവശ്യപ്പെടുന്നതായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ആവശ്യപ്പെടുന്നതായിരിക്കല്ലോ. മതിയോ? ആ, രാഷ്ട്രീയം ഞങ്ങൾ നോക്കണില്ല. രാഷ്ട്രീയം ഞങ്ങളോട് മുഖപരമായിട്ട് പ്രസംഗിച്ചല്ലോ. ഞങ്ങളജന്റെ രാഷ്ട്രീയമല്ല എന്നുള്ളത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും വളരെയധികം സൗമ്യതയിലും സന്തോഷത്തിലും സ്നേഹത്തിലൊക്കെയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്താവുന്നത്, സമീപിച്ചുകൊണ്ടിരിക്കുന്നതും. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ നയം അങ്ങനെ. ഇനി ഉമർ ഫൈസി അത് പറഞ്ഞ് മറുപടി പറഞ്ഞല്ലോ. അത് ഞങ്ങൾ നോക്കിക്കൊണ്ട്, അത് നിങ്ങൾ ബേജാറാകണ്ട, മനസ്സിലായില്ലേ? അതൊക്കെ ഞങ്ങളെ പണിയാണ്. നിങ്ങൾ ചോദ്യം ചോദിച്ചതിന് മറുപടി പറഞ്ഞു.